മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലെയും മിനിഞ്ഞാന്നും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ചില പ്രൊഫസർമാരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ക്ലാസ്സുകളില്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകളില് അവരുദ്ധരിച്ച ചില കൊട്ടേഷനുകളും ധർമ്മ ന്യൂസില് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടു കൂടി അത് പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും വളരെ ധന്യമായിട്ടുള്ള ഒരു വരിയായിട്ട് എനിക്ക് തോന്നി. കാര്യം ഇതാണ്: ഡിമോണിറ്റൈസേഷൻ നടക്കുമ്പോൾ 500ഉം 1000ത്തിന്റെയും നോട്ടുകൾ പിൻവലിച്ചപ്പോൾ, അതേപോലെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സങ്കല്പം മുമ്പിൽ വെച്ചപ്പോൾ, മേക്ക് ഇൻ ഇന്ത്യ എന്ന സങ്കല്പം മുമ്പിൽ വെച്ചപ്പോൾ, സുപ്രീം കോടതി വിലങ്ങ് ചെയ്തിട്ടും ആധാർ കാർഡ് പരോക്ഷമായിട്ട് നിർബന്ധമാക്കി എല്ലാവരിലും അത് എത്തിച്ചപ്പോഴും, ഫിംഗർ പ്രിന്റ് പ്രസ് ചെയ്തിട്ട് ലോൺ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയപ്പോഴും, ഈ മൊബൈൽ ഫോൺ ഒരു വിപ്ലവാത്മകമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചപ്പോഴും, ഈ സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങിയപ്പോഴും, മെട്രോയുടെ വികസനവും ഈ വ്യക്തികൾക്ക് അർഹതയുള്ള എമൗണ്ട് ഗവൺമെന്റിലൂടെ കൊടുക്കുന്നതിന് പകരം നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സംവിധാനം ഉണ്ടാക്കിയപ്പോഴും, ധന്യമായിട്ട് ഗംഗ പരിശുദ്ധീകരിച്ചപ്പോഴും, മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് അവസരങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക്, അവകാശങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് അവസരങ്ങളുടെ അടിസ്ഥാനത്തിലേക്കും, ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എന്ന പരിപാടിയിൽ നിന്ന് ഭാരതം സബ്കെ സാത്ത് സബ്കാ വികാസ് എന്ന സങ്കല്പവുമെല്ലാം ഭാരതത്തിൽ ഈ 2.5 വർഷം കൊണ്ട് നടപ്പിലാക്കിയപ്പോൾ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ പറഞ്ഞത്, ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ ഡിമോണിറ്റൈസേഷനെതിരെ അതിശക്തമായ ഭാഷയിൽ ഇറ്റലിക്കാരിയുടെ നിർബന്ധം കൊണ്ട് പറയിപ്പിച്ചു. ചുരുങ്ങിയ ഭാവിയിൽ ഈ പ്രശ്നങ്ങൾ തീരും എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞപ്പോ അതിന് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രതികരിച്ചത്, ആ ഭാവി എപ്പോഴാണോ വരാൻ പോകുന്നത്, മനുഷ്യന്റെ ആയുസ് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വളരെ ബുദ്ധിമാനും ചിന്തകനുമായിട്ടുള്ള വേണു പറയുകയുണ്ടായി, ഭാരതത്തില് ഒരു ആഭ്യന്തര കലാപം തന്നെ ഉണ്ടാകുമെന്ന്. വേറെ ചില മുഖ്യമന്ത്രിമാര്, ഇടതുപക്ഷക്കാര് പറയുകയുണ്ടായി, ATM കത്തിക്കുന്ന ദിവസം ഇവിടെ ഉണ്ടാവുന്ന. ചിദംബരം എന്ന ഫിനാൻസ് മിനിസ്റ്റർ പറയുകയുണ്ടായി, ഭാരതം ഒരു വലിയ ആപത്ത് ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്, ഭാരതം തകരാതിരിക്കാനും ഇവിടുത്തെ ജനത വിപ്ലവത്തിലൂടെ സർവ്വതും നശിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്, അത്രയും ക്രിട്ടിക്കലാണെന്ന്. പക്ഷെ ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും നടന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നു എന്നുള്ളതിന്റെ റിസൾട്ട് കൂടി മണിപ്പൂരിലും ഗോവയിലും ഉത്തരാഖണ്ഡിലും UP-യിലും കാണാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തില് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തവര് ഇവിടെ വന്ന് പ്രവചിച്ചതൊന്നുമല്ല ശരി, ഹാർവാർഡ് അല്ല ഹാർഡ് വർക്കാണ് ശരി എന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാര് പറഞ്ഞത് വളരെയേറെ ലോക ശ്രദ്ധ പിടിച്ചു വച്ചിട്ടുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അറിവോ പഠനമോ ക്വാളിഫിക്കേഷനോ നോളജിനോക്കാളും അപ്പുറത്താണ് കമ്പ്യൂട്ടറിന് പോലും ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യന്റെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും. ആ ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി ശരീരാവയവങ്ങളിലും ജ്ഞാനശക്തി ബ്രെയിനിലും തലച്ചോറിലും ക്രിയാശക്തി മനുഷ്യ ശരീരങ്ങളിലും ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തികളുണ്ടെങ്കിൽ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിയേക്കാൾ ഹാർഡ് വർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിക്കായിരിക്കും പ്രാധാന്യമെന്ന് പറഞ്ഞത് ഭാരതത്തിലെ ചിദംബരമോ ഡോക്ടർ മൻമോഹൻ സിംഗോ അതല്ലെങ്കിൽ വേറെ വ്യക്തികളെ കുറെ കാലം ഇവിടെ വിലസി കസറിയ RBI-യിലെ ഗവർണറോ ഒന്നുമല്ല, അവരൊക്കെ ഒന്നുമല്ലാതെയായി. ശരിക്കും പറഞ്ഞാല് ഒരു കറിവേപ്പിലയുടെ വില പോലും ഇല്ലാതെയായി മാറിയവരാണ് ഫോർമർ RBI ഗവർണറും ഫോർമർ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഫോർമർ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്ററും.
അതിനേക്കാളൊക്കെ കപ്പാസിറ്റി ഉണ്ടായി ചായക്കടക്കാരന്. ആ ചായക്കടക്കാരന്റെ വരിയാണ് ഇന്ന് IMF അതിഗംഭീരമായിട്ട് പ്രകീർത്തിച്ചത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിഗംഭീരമായിട്ട് പ്രകീർത്തിച്ചത്. UNO അതിഗംഭീരമായിട്ട് പ്രകീർത്തിച്ചത്. അവർക്കെല്ലാം തലതൊട്ടപ്പന്മാരായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തുവിടുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും ശ്രീ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ ഹാർഡ് വർക്ക് എന്ന വാക്ക് ഹാർവാർഡ് എന്ന വാക്കിനേക്കാൾ ഗ്രേറ്റ് ആണെന്ന് ശ്രീ നരേന്ദ്രമോദി ഇലക്ഷൻ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഹാർവാർഡുകാര് തന്നെ സ്വീകരിച്ച ആ മഹത്വമേറിയ അനുഭവം നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. പ്രണാമം, നമസ്കാരം.